കല്യാണം നടന്നിട്ടും എന്നെ ഒന്നും അറിയിച്ചില്ലല്ലോ. എല്ലാം പെട്ടെന്നായിരുന്നല്ലോ, അതുകൊണ്ടാ. ആയിക്കോട്ടെ, കഴിഞ്ഞ ശേഷം വിളിക്കായിരുന്നല്ലോ. തിരക്കായി പോയി മൊത്തത്തില്. അന്നെന്നെ അടിച്ചോടിച്ചു വിട്ടെങ്കിലും എന്റെ വാക്ക് സത്യമായില്ലേ? എന്റെ സ്വത്തുവകകൾ കണ്ടമാനം ആ വകയിൽ ഒരുപാട് പേര് പറ്റിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. പലരും എന്നെ കൊണ്ട് പലതിലും ഒപ്പിടിപ്പിച്ചിട്ടുണ്ട്. ആ ഒപ്പിട്ട കടലാസുകൾ കൊണ്ട് അവരൊക്കെ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് ദൈവം തമ്പുരാൻ മാത്രമേ അറിയൂ. അതൊക്കെ ഒരു നശിച്ച കാലം. പക്ഷെ ഇപ്പൊ അതൊന്നും എനിക്ക് ഓർമ്മയില്ല മോളെ. ആ ഒപ്പിട്ട കൂട്ടത്തില് മോളുടെ അച്ഛനും ഞാൻ എന്തൊക്കെയോ ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ദോഷം പറയരുതല്ലോ. എന്നെ ആകെ കൂടി സഹായിച്ചിട്ടുള്ളത് പത്മനാഭൻ അളിയൻ മാത്രമാ. ഒരുപാട് പണം അളിയൻ എനിക്ക് തന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ നന്ദി ഞാൻ കാണിക്കണ്ടേ? അതുകൊണ്ടാണ് ഞാൻ നിർബന്ധിച്ച് കുറെ രേഖകൾ എടുത്ത് അളിയന് കൊടുത്തത്. എന്തൊക്കെ രേഖകളാ കൊടുത്തത്? അച്ഛന് എന്തെങ്കിലും ഒരു ഓർമ്മയുണ്ടോ? കല്ലിന്റെ പുറത്ത് എടുത്തു കൊടുത്തതൊക്കെ എങ്ങനെ ഓർക്കാനാ? ഒരു ഓർമ്മയും ഇല്ല. അച്ഛാ, ഇത് അവസാനായിട്ട് പറയോ? ഇനി മേലിൽ ഇത് ആവർത്തിക്കരുത്. അച്ഛൻ ഒരു വിഷമവും വേണ്ട. അനാവശ്യമായിട്ട് ഒന്നിനെ കുറിച്ച് ഓർക്കുകയും വേണ്ട. അച്ഛനെ സ്നേഹിക്കാൻ ഇവിടെ ഞങ്ങളെല്ലാവരും ഉണ്ട്. അച്ഛൻ അത് മാത്രം ഓർത്താൽ മതി. ഇങ്ങനെ കുടിച്ച് നശിക്കരുത്. അച്ഛാ, ദാ മതിയല്ലോ. രത്നമോളുടെ കല്യാണം എപ്പോഴാണ് നടക്കുക? രാശിപ്പലകയില് കല്യാണ യോഗം ഇല്ല. ഇല്ലാന്ന് വെച്ചാല് ഉടനെ ഇല്ല. പക്ഷേ ഒരാളുടെ കല്യാണം ഉടനെ നടക്കും. ആരുടെ? വേറെ ആരുടെ അല്ല, തന്റെ കല്യാണം ഉടനെ നടക്കും. എന്നെ ഓർക്കുന്നുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഓർക്കാറുണ്ട്. കല്യാണം നടന്നിട്ടും എന്നെ ഒന്നും അറിയിച്ചില്ലല്ലോ. എല്ലാം പെട്ടെന്നായിരുന്നല്ലോ, അതുകൊണ്ടാ. ആയിക്കോട്ടെ, കഴിഞ്ഞ ശേഷം വിളിക്കായിരുന്നല്ലോ. തിരക്കായി പോയി മൊത്തത്തില്. അന്നെന്നെ അടിച്ചോടിച്ചു വിട്ടെങ്കിലും എന്റെ വാക്ക് സത്യമായില്ലേ? അടിച്ചില്ലല്ലോ, ഓടിച്ചല്ലോ. അല്ല, ഇപ്പൊ എന്തിനാ അങ്ങോട്ട് വന്നത്? ഞാൻ വിളിച്ചിട്ടാ ജോത്സ്യര് വന്നേ. ഏട്ടന്റെയും പാറുവിന്റെയും ജാതകം ഒന്ന് നോക്കണം.
ആളെത്തിയല്ലോ. അതെ, ഇപ്പൊ ഈ ജാതകം നോക്കേണ്ട ആവശ്യം എന്താ? ചുമ്മാ എത്രമാത്രം പൊരുത്തമുണ്ടെന്ന് അറിയാലോ. അതെ, ജോത്സരെ, ഇനി ഈ ജാതകം നോക്കിയിട്ട് ഒരു കാര്യമില്ലല്ലോ. കാര്യമുണ്ട്. ഏ? അഥവാ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കതിന് പരിഹാരം കാണാമല്ലോ. വേണ്ടായിരുന്നു. പരിഹാരം ജോത്സര് വരണം. എന്നാ ഞാൻ അകത്തേക്ക് ചെല്ലട്ടെ. ഓ ഓ ഓ ആ. അവള് ഞാൻ ഒന്നും പറഞ്ഞില്ല. ഏട്ടാ വാ. അല്ല, ഗിരിയുടെ കല്യാണം ആദ്യം നടക്കൂന്ന് ഞാൻ പറഞ്ഞു. അത് കൃത്യമായി നടന്നു. ഇതുവരെ ഞാൻ പറഞ്ഞതൊക്കെ സത്യമാണെങ്കിൽ ഇനി ഞാൻ പറയുന്നതും സത്യമാകും. അധികം വൈകാതെ എല്ലാം കലങ്ങി തെളിയും. ഇത്രയും കാലം ഗിരി ഇരുട്ടിലായിരുന്നു. പക്ഷേ ഗിരിയുടെ നന്മ ഇരുട്ടിനെ മാറ്റും. സാക്ഷാൽ പരമശിവന്റെ ചൈതന്യം ഉള്ളിൽ ആവോളമുള്ള ആളാണ് ഗിരി. ആ ചൈതന്യത്തിന്റെ ശക്തി കൊണ്ടാവും പാർവതീദേവിക്ക് തുല്യായൊരു പെൺകുട്ടിയെ തന്നെ വധുവായി ഗിരിക്ക് കിട്ടിയത്. നിങ്ങളുടെ ഈ ബന്ധം വളരെ ശക്തവും ഭദ്രവുമാണ്. പ്രപഞ്ചത്തിലെ ഒരു ശക്തിക്കും നിങ്ങളുടെ ഈ ബന്ധത്തെ പിരിച്ചു മാറ്റാനാവില്ല.